السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാറുസുന്ന ഇസ്ലാമിക് കേന്ദ്രം, മഞ്ചേരി ദാറുസുന്ന ഇസ്ലാമിക് കേന്ദ്രത്തിൻ്റെ കീഴിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം മീലാദിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാമ്പയിൻ്റെ ഗ്രാൻഡ് സമാപനം, ഗ്രാൻഡ് കോൺഫറൻസ് അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഈ മാസം 18-ാം തീയതി മുതൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെബ് സെമിനാറിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ പ്രസക്തമായ കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ദാറുസുന്ന ഇസ്ലാമിക് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമാം ഹാഫിദ് ഇറാഖി റഹ്മഹുല്ല ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു കവിതാ സമാഹാരമുണ്ട്. അതിന് ഒരുപാട് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങളും ടിപ്പണികളുമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ സുപരിചിതരായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലവി മാലിക്കി റഹ്മഹുല്ല മക്കയിലെ പണ്ഡിതനാണല്ലോ. അലവി മാലിക്കിയുടെ പിതാവ്, അദ്ദേഹം അത്തരമൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാനിങ്ങനെ പരിശോധിക്കുമ്പോൾ 250 ഗ്രന്ഥങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എഴുതിയ ഒരു പട്ടിക ശ്രദ്ധപ്പെടുകയുണ്ടായി. 250. ഇതുപോലെ ലോകത്ത് ഒരാളെക്കുറിച്ചും എഴുതപ്പെട്ടിട്ടില്ല. 250 ആയിരിക്കില്ല. നബി തങ്ങളുടെ ചരിത്രങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളുടെ ആ ചരിത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ എണ്ണങ്ങൾ വിവരിച്ചുകൊണ്ട് തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ സീറത്തുൽ ഇറാഖിയുടെ ആ സീറയുടെ ആ കവിതാ സമാഹാരത്തിന് വ്യാഖ്യാനം എഴുതിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു വാക്കുണ്ട്: അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം ദീർഘമായി പഠിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹം പറയുന്നത് അന്നഹ തുഹദ്ദിബുൻ നുഫൂസ്, ഹൃദയത്തെ സംസ്കരിക്കുകയും ആളുകൾക്കിടയിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയും ദീനിയായി ദുന്യവിയായി എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയും നമ്മുടെ പ്രതിയോഗികളോട് എങ്ങനെയാണ് നാം സംസാരിക്കേണ്ടത്, ഇടപെടേണ്ടത് എന്നും നമ്മുടെ കൈകാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും നമ്മൾ പരസ്പരം എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നും എങ്ങനെയാണ് ആളുകൾക്ക് ഉപദേശിക്കേണ്ടത്, ഗുണകാംക്ഷിക്കേണ്ടത് എന്നും ദീനിൻ്റെ കാര്യം എങ്ങനെയാണ് ഒരു കാര്യം അംറും ബിൽ മഅറൂഫ് നഹ്യുനിൽ മുങ്കർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്, വിരോധിച്ച കാര്യങ്ങൾ വെടിയാൻ കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്, വിലക്കേണ്ടത് എങ്ങനെയാണ്, സർവ്വ കാര്യങ്ങളും സീറത്തുൻ നബവിയിലൂടെ നമുക്ക് ലഭ്യമാകും. ഈ കാലഘട്ടത്തിൽ അതൊക്കെ നഷ്ടം വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാലിക്കി തൻ്റെ ഈ സീറത്തുൻ നബവിയിലെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വവും വ്യക്തിയും സൂറത്ത് തൗബയുടെ അവസാന സൂറത്തിൽ ആയത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്ത് തൗബ ഗൗരവത്തിൻ്റെയും ശത്രുക്കൾക്കെതിരെയുള്ള സമരത്തിൻ്റെയും ജിഹാദിൻ്റെയും ആയത്താണ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുവരെ ചേർക്കപ്പെടാതിരുന്നത്. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നാമം, ആ റഹ്മാൻ റഹീം എന്ന സിഫത്തുകൾ ഒഴിവാക്കി ആ സൂറത്ത് വരാൻ കാരണം ബറാഅത്തും മിനല്ലാഹി വ റസൂലിഹി, ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ.
പക്ഷേ ആ സൂറത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വ്യക്തിയെയും വ്യക്തിത്വത്തെയും പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. മുത്തുനബി അങ്ങനെ ഗൗരവക്കാരനല്ല. ഇസ്ലാം അത്ര ഗൗരവമുള്ളതല്ല, കാരുണ്യമാണ്. ആ കാരുണ്യം അള്ളാഹുവിൻ്റെ റസൂലിലൂടെ മുത്തുനബിയെ വിശ്വസിക്കുന്ന ആളുകളിലേക്ക് പകരുന്നതാണ് ഇസ്ലാം എന്നാണ് ആ സൂറത്തിൻ്റെ അവസാനത്തിൽ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവിൻ്റെ റസൂൽ റഊഫ് കൃപാലുവാണ്, റഹീം കാരുണ്യവാനാണ്. കാരുണ്യത്തിൻ്റെ ആ പാരമ്യതയാണ് റഅഫത്ത് എന്ന് പറയുന്നത്. നമുക്ക് മക്കളോടൊക്കെ ഉണ്ടാകുന്നത് കാരുണ്യം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് കൃപയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക്, പ്രവൃത്തി, അവിടുത്തെ സമ്മതങ്ങളാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കപ്പെടുന്നതാണ് നബി തങ്ങളുടെ ശരീരം എങ്ങനെ, നബി തങ്ങൾ ഭക്ഷണം കഴിച്ചതെങ്ങനെ, നബിയുടെ ശരീരത്തിൻ്റെ പ്രകൃതം എങ്ങനെ, നബിയുടെ ശരീരവുമായി വ്യക്തിയുമായി ബന്ധപ്പെട്ട മികവുകൾ, ശ്രേഷ്ഠതകൾ, മുത്തുനബിയുടെ സ്വഭാവങ്ങൾ, നടന്നതെങ്ങനെ, വാർന്നു വെച്ചതെങ്ങനെ, എണ്ണയിട്ടതെങ്ങനെ, സുറുമ എങ്ങനെ, നബിയുടെ വാഹനങ്ങൾ എന്ത്, നബിയുടെ ഹാദിമുകൾ ആര്, നബിയുടെ ആയുധങ്ങൾ എന്ത്, നബി നടന്നതും ഇരുന്നതും കിടന്നതും ഉറങ്ങിയതും അനങ്ങിയതും ചലിച്ചതും എങ്ങനെ, ഇതൊക്കെ എങ്ങനെയാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു വന്നത്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല പറയുന്നു, ഇതൊക്കെ ഹദീസിൻ്റെ ഭാഗമാണ്. മുത്തുനബിയുടെ വാക്കോ പ്രവൃത്തിയോ ഇഖ്റാറോ അല്ലാഞ്ഞിട്ട് പോലും ഇത് ഹദീസുകളിൽ, ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്താനുള്ള കാരണം ഇത് അള്ളാഹുവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മളിവിടെ നബി തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നബി തങ്ങളുടെ മനുഷ്യൻ എന്ന വ്യക്തിത്വത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, റസൂൽ എന്ന വ്യക്തിത്വമാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നുള്ള അതിശ്രേഷ്ഠമായ ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് മുത്തുനബിയുടെ സ്വഭാവങ്ങൾ അള്ളാഹു തആല അവൻ്റെ നബി എന്ന രീതിയിൽ അള്ളാഹു സംവിധാനിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്കത് പഠിക്കേണ്ടി വരുന്നത്. നബിയുടെ കുടുംബം, നബിയുടെ ജനനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാര്യമാരെക്കുറിച്ചും മക്കളെക്കുറിച്ചും അതുപോലെ തന്നെ മാതാപിതാക്കളെക്കുറിച്ചും മുത്തുനബിയുടെ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ എത്ര നേതാക്കന്മാരറിയും? അവരുടെ പേര് ഏറിപ്പോയാൽ അവരുടെ ഭാര്യയുടെ മക്കളെയോ പേരറിയുമെന്നല്ലാതെ ഇവരുടെയൊക്കെ ചരിത്രം രേഖയാണ്. എന്തുകൊണ്ട്? ഇത് അള്ളാഹു തആല നബി തങ്ങൾക്ക് നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ്. നബിയായി നമ്മിലേക്ക് നിയോഗിക്കുമ്പോൾ അള്ളാഹു നൽകിയ സ്വഭാവമാണ് മുത്തുനബിയുടേത്. നമ്മുടെ ചില സ്വഭാവങ്ങളൊക്കെ ചില ആളുകൾ നല്ല രീതിയിൽ സ്വഭാവത്തിൽ ജനിക്കും, അങ്ങനെ വളരും, അതിനവർ വളർത്തി നല്ല ഗുണങ്ങളാക്കി മാറ്റും. പക്ഷേ അതൊക്കെ ഏതാനും ചില സ്വഭാവങ്ങളാണ്. മുത്തുനബിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ജനനം മുതൽ, ജനനത്തിന് മുമ്പ് അള്ളാഹു തആല മുത്തുനബിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വഭാവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നതും പഠിക്കണം എന്ന് പറയുന്നതും. അതുകൊണ്ടാണ് മുത്തുനബിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. ലോകത്ത് ആരെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുക? നബിയുടെ വാക്ക് മാതൃകയാണ്. നബി പറഞ്ഞതുപോലെ, നബി ചെയ്തതുപോലെ, നബി അംഗീകാരം നൽകിയതുപോലെ, നബി കുടുംബജീവിതം നയിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ചതുപോലെ, അലക്കിയതുപോലെ, വീട്ടിൽ ഖിദ്മത്ത് ചെയ്തതുപോലെ, മൃഗങ്ങളെ പരിപാലിച്ചതുപോലെ, ഇങ്ങനെയെല്ലാം അത് നുബുവത്തിന് മുമ്പ് വരെ. അതാണ് അത്ഭുതം. നബിയാകുന്നതിന് മുമ്പ് വരെ, ജനിക്കുന്നത് മുതൽ നമുക്ക് മാതൃകയായി വരികയാണ്. അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേര് ലഭിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂൽ എന്നതാണ് നബി തങ്ങളുടെ വ്യക്തിത്വം. അത് നബിയുടെ എല്ലാം ആ റസൂലിൻ്റെ ഭാഗമാണ്. നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂൽ എന്നത് നമുക്കുള്ളൊരു അംഗീകാരമാണ്, അല്ലേ? നമ്മളിൽ നിന്ന് റസൂലാകുമ്പോഴല്ലേ ആ മുത്തുനബിയുടെ നേട്ടങ്ങളും പദവികളും നമുക്ക് ഉപകാരമാവുക. നമ്മുടെ പഞ്ചായത്ത് മെമ്പറോടല്ലേ നമ്മൾ കാര്യം പറയാം, നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആളുകളോടല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പം നമ്മിൽ നിന്നുള്ള റസൂൽ എന്നത് നമുക്കുള്ളൊരു പദവിയാണ്. ആ മുത്തുനബിയെ നമ്മൾ ഉമ്മത്ത് എന്ന രീതിയിൽ, റസൂൽ ഉമ്മത്ത് എന്ന രീതിയിൽ മുത്തുനബി നമ്മോടെങ്ങനെ സമീപിക്കുന്നു എന്നത് നബി തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. നമ്മൾ നബി തങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കണം, നബി തങ്ങൾ അങ്ങോട്ട് പിൻപറ്റണമെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് എങ്ങനെ പെരുമാറുന്നു, നമ്മോട് എങ്ങനെ ഇടപെടുന്നു, നബി തങ്ങൾ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത്.
ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ്യത്ത് അറുത്തു. ലഹാബിക ബിശൈനി അബിയലൈനി അംലഹൈനി, ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള 2 മുട്ടനാടുകളെ ഉളുഹിയ്യത്ത് അറുത്തു. ഒന്ന് നബിക്ക് വേണ്ടി തന്നെയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയാണ്. രണ്ടാമത്തത് അൻ ഉമ്മത്തിഹി, തൻ്റെ ഉമ്മത്തിന് വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കാണിച്ച സ്നേഹം, ഈ ഉമ്മത്തിന് വേണ്ടി ഉള്ളവരും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവരുമായ മുഴുവൻ ഉമ്മത്തിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂൽ ഉളുഹിയ്യത്ത് അറക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളോട് നിങ്ങൾ പ്രയാസപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് പ്രയാസമാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നേട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതീവ തൽപരനാണ്. ഹെർസ് എന്നാണ് അത്യാഗ്രഹം. കുട്ടികൾക്കൊക്കെ ആദ്യമായി ഉണ്ടാകുന്ന സ്വഭാവമാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മൾ രക്ഷപ്പെടണം, നമ്മൾ വിജയിക്കണമെന്ന് എല്ലാ സമയത്തും നബി തങ്ങൾ ജീവിക്കുമ്പോഴും ഖബറിൽ കിടക്കുമ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റഊഫുർ റഹീം, നമ്മോട് മുഅ്മിനീങ്ങളോട്, പാപ്പികളോട്, ബിൽ മുഅ്മിനീന റഊഫുൻ, സത്യവിശ്വാസികളോട് വലിയ കൃപയാണ്. റഹീം, ഉമ്മത്തിൽ നിന്ന് പാപം ചെയ്യുന്ന ആളുകളോട് വല്ലാത്ത കാരുണ്യമാണ്. ഇങ്ങനെ തഫ്സീർ നൽകിയിട്ടുണ്ട്. ഉമ്മത്തിലെ പാപ്പികളാണ്, കള്ളുകുടിച്ചടക്കുന്നവരാണ്, വേണ്ടാത്തരം ചെയ്യുന്നവരാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവരോട് അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ കാരുണ്യമാണ്. നബി തങ്ങൾക്കൊരു ഗുണമുണ്ടല്ലോ, ഹുവൽ മുസമ്മാ ബി നബിയ്യിർ റഹ്മ ഫീ മുസ്ലിമിൻ ബി നബിയ്യിത് തൗബ. നബിയുർ റഹ്മ, കാരുണ്യത്തിൻ്റെ നബി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിന് പേര് നൽകിയിരിക്കുന്നത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ഹാഫിദ് ഇറാഖി ചെല്ലിയ ഒരു വരിയാണ്, നബിയ്യിത് തൗബ, തൗബയുടെ നബി. അത് പാപ്പികളുമായി ബന്ധപ്പെട്ടതാണ്, പാപ്പികളുമായി ബന്ധപ്പെട്ടതാണ്. വലു അന്നഹും യളലമു അൻഫുസഹും, തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് ഒന്ന് മടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ, എത്രയോ തെറ്റ് ചെയ്യുന്ന ആളുകളില്ലേ, അവർ ചെയ്യേണ്ട ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ കാരുണ്യത്തിന് നബി, തൗബയുടെ നബി, ആ തൗബയുടെ നബിയിലേക്ക് പോവുക. വലു അന്നഹും യളലമു അൻഫുസഹും ജാഊക, അള്ളാഹിൻ്റെ റസൂലിന് പൊറുക്കലിനെ തേടിയാൽ, അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മോടുള്ള സ്നേഹം. അനലക്കും കൽവാലിദി ലിൽ വലദി, മക്കൾക്ക് മാതാപിതാക്കൾ എങ്ങനെയോ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക്. എൻ്റെ ഉമ്മത്ത് പ്രയാസപ്പെടരുത്. എൻ്റെ ഉമ്മത്തിന് പ്രയാസം ഉണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹുമായി സംസാരിക്കുന്ന, സംബോധനം ചെയ്യുന്ന എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും വായ വൃത്തിയാക്കി പല്ല് തേച്ചിട്ട് വേണം നിസ്കരിക്കാനെന്ന് ഞാൻ കൽപ്പിക്കും. പക്ഷെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, ബുദ്ധിമുട്ടല്ലേ? എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഇശാ നിസ്കാരം കുറച്ചുകൂടെ പിന്തിക്കാൻ ഞാൻ കൽപ്പിക്കും, അർദ്ധരാത്രി വരെ. പക്ഷെ ഉമ്മത്തിന് ഉറങ്ങണം, ഉമ്മത്തിന് വിശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നത്. അങ്ങനെ അൽ-കഹ്ഫ് സൂറത്തിലില്ലേ, അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ നബിയെ അങ്ങ് വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസ്റാത്ത്, അങ്ങ് അങ്ങനെ ദുഃഖിക്കൊന്നും വേണ്ട. നബി തങ്ങളുടെ കാര്യത്തിന് വേണ്ടിയല്ല ഇത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് നേട്ടം? അതാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ അവസാനം പറയുന്നത്, ഫൈൻ തവല്ലു ഫഖുൽ ഹസ്ബി അല്ലാഹ്. അവർ അങ്ങേ അംഗീകരിക്കുന്നില്ലെങ്കിൽ അങ്ങ് പറഞ്ഞേക്കൂ, അങ്ങയുടെ നേട്ടത്തിന് വേണ്ടിയൊന്നും അല്ല ഇത്. ഉമ്മത്തിനോടുള്ള ആ നിരുപാധിക സ്നേഹവും കാരുണ്യവും ഇഷ്ടവുമാണ്. അള്ളാഹു അങ്ങയെ വലിയ പദവി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിൻ്റെ റബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു കഴിഞ്ഞാൽ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഉമ്മത്താണ്. ഞാൻ വിശദമായി പറയുന്നില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടണം, മനസ്സിലേറ്റണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഏത് വിധത്തിലാണ് മനസ്സിലേറ്റിയത് എന്ന് ചിന്തിക്കുക. ഖിയാമത്ത് നാളിലും എല്ലാ അമ്പിയാക്കളും ആദമും അമ്പിയാക്കളും ഒക്കെ നഫ്സി 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 എന്നിങ്ങനെ നമ്മുടെ സ്വന്തം ബാപ്പയും ഒക്കെ വിളിച്ചു പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്താ? ഉമ്മത്തി 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 എന്നല്ലേ. എൻ്റെ ഉമ്മത്ത് പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് റബ്ബേ അവർ കഷ്ടപ്പെടുകയാണ്. അതാണ് റഹ്മത്ത്, അതാണ് റഅഫത്ത്, അതാണ് ഹരീസുൻ അലൈക്കും അസീസുൻ അലൈഹി മാ അനിത്തും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഒരു പേര് റഊഫുർ റഹീം.
എന്ന ആ 2 പേരുകൾ അള്ളാഹു തആല നബി തങ്ങൾക്ക് അങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എത്ര പ്രകീർത്തനങ്ങൾ എഴുതിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടോ, എത്ര പ്രശംസിച്ചിട്ടുണ്ടോ, അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു പ്രശംസയാണ് അള്ളാഹു തആല സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്തിൽ വെച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മുത്തുനബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അവിടുത്തെ ആ ഷഫാഅത്ത് അള്ളാഹു നമ്മൾക്ക് എത്തിച്ചു തരട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കോടാനക്കോടി ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെ അറിയാൻ പറ്റുമെന്ന ചോദ്യത്തിന് അതും കൂടെ മുത്തുനബിക്ക് ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഓരോ സ്വലാത്ത് ചെല്ലുമ്പോഴും വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് ചെല്ലുമ്പോഴും ഇന്നയാളുടെ മകൻ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷിക്കുകയാണ്. ആ സന്തോഷിക്കാനാണ് ഇങ്ങനൊരു വലിയ നെറ്റ്വർക്ക് സംവിധാനം അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓരോരുത്തരെ സലാത്ത് ചെല്ലുമ്പോഴും മലക്കുകൾ മുഖേന അവിടെ സന്ദേശം എത്തിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ അറിയാണ്, മുഹമ്മദ് എന്ന പേരുള്ളവരെ വരെ ഖിയാമത്ത് നാളിൽ വിളിച്ചിട്ട് സ്വർഗത്തിൽ കടത്തുന്ന സംവിധാനം. ആ മുത്തുനബിക്ക് നമ്മോട് കാരുണ്യമുണ്ടായതിൻ്റെ ഒരു ഗുണമാണ്, അങ്ങേക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥന മുഴുവനും അങ്ങയെ സ്മരിക്കാനും സ്വലാത്ത് ചെല്ലാനും ഞാൻ നിശ്ചയിക്കുന്നു എന്നൊരു സഹാബി പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങളോ എല്ലാ ദുഃഖവും വിഷമവും മാറും, അങ്ങ് നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കുമെന്ന് പറയുന്നത് മുത്തുനബിയോ നമ്മോട് കാണിക്കുന്നൊരു സ്നേഹമാണ്. അല്ലാഹു തആല ആ മുത്തുനബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെബിനാർ ഏതാനും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ദാറുസ്സുന്ന എന്ന ഇസ്ലാമിക അനുഗ്രഹീത ആത്മീയ കലാലയത്തെ സംബന്ധിച്ചും അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചുമുള്ള ഒരു ചെറിയ വിശകലനമാണ് ഇവിടെ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പാപ്പിനിപ്പാറ എന്ന പ്രദേശത്ത് ഏകദേശം 25 വർഷത്തോളമായി ആത്മീയതയുടെ അനുഗ്രഹീതമായ വെളിച്ചം ഈ മുസ്ലിം കൈരളിക്ക് മുഴുവനും പരത്തിക്കൊണ്ട് നിലകൊള്ളുന്ന, തലയെടുപ്പോടെ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹീത സ്ഥാപനമാണ് ദാറുസ്സുന്ന. ആ പരിശുദ്ധമായ ദാറുസ്സുന്ന ഇസ്ലാമിക് കേന്ദ്രത്തിലായി ഇതിനകം തന്നെ 100 കണക്കിന് മുത്തഅല്ലിമീങ്ങളായി പഠിച്ച് ആലിമീങ്ങളായി ബിരുദം നേടിയ ഒരുപാട് പ്രിയപ്പെട്ട ദീനിൻ്റെ ഖാദിമീങ്ങൾ പരിശുദ്ധ ദീനി രംഗത്ത് പല മേഖലകളിലായി, പല തസ്തികകളിലായി, പല തലങ്ങളിലായി സേവനം ചെയ്യുന്നുണ്ട് എന്നത് വളരെയേറെ ശ്ലാഘനീയമാണ്. ആത്മീയമായി മാത്രം ദർസി രംഗത്തുള്ള കിതാബുകൾ സമയാനുസൃതമല്ലാതെ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിപ്പിക്കാൻ തയ്യാറായ ഉസ്താദുമാർ ഈ സ്ഥാപനത്തിൻ്റെ അഭിമാനമാണ് ഒരു വശത്ത്. അങ്ങനെ തന്നെ ദീനിൻ്റെ ഇശാഅത്തുമായി ബന്ധപ്പെട്ടുള്ള പഴയ പള്ളി ദർസ് അങ്ങനെ തന്നെ നിലകൊള്ളുകയാണ് ഈ ദീനി സ്ഥാപനത്തിൽ. അതോടൊപ്പം തന്നെ കാലത്തിൻ്റെ ഗമനവും കാലത്തിൻ്റെ വർത്തമാന സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ അതാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ ആത്മീയതയും അതേപോലെ തന്നെ ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം നുകരാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും അതിനു പറ്റുന്ന അധ്യാപകരും അതിനു പറ്റുന്ന ഉസ്താദുമാരും മറ്റൊരു ഭാഗത്ത്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ ആത്മീയമായി വളരണം, അതോടൊപ്പം തന്നെ ഭൗതികമായി വിദ്യാഭ്യാസ മേഖലയിലും ഔന്നത്യമുള്ളവനാകണം എന്നേതൊരു പിതാവ് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നിസ്സംശയം പറയാം അത് ദാറുസ്സുന്ന. ഇത് ഈ വിനീതന്റെ മാത്രം അഭിപ്രായമല്ല. വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില വിദ്യാർത്ഥികളുടെ പിതാക്കന്മാരുമായി ചില യാത്രകളിൽ ബന്ധപ്പെട്ടപ്പോൾ 100 നാവോടുകൂടി അവർ പറഞ്ഞ അനുഭവങ്ങളെയാണ് ഓർത്ത് പങ്കുവെക്കുന്നത് ഇവിടെ. അതിനും പുറമെ ഒരു വിദ്യാർത്ഥിക്ക്
ദീനീ രംഗത്ത് എന്തൊക്കെ കലാവാസനകളുണ്ടോ ആ കലാവാസനകളെയൊക്കെയും പരിപോഷിപ്പിച്ച് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മകൻ ദീനീ രംഗത്ത് ഈ മേഖലയിൽ ഉയരും, അതിനു മാത്രമുള്ള വ്യക്തിത്വത്തിന്റെ വികാസത്തിലേക്ക് ഈ മകനെ കൊണ്ടുപോയാൽ, ആ രീതിയിൽ വികസിപ്പിച്ചെടുത്താൽ ദീനിന്, കുടുംബത്തിന്, നാടിന്, മഹല്ലിന് ആ കുട്ടി ഉപകാരമാകും എന്ന് തിരിച്ചറിവുള്ള ദീർഘവീക്ഷകരായ പണ്ഡിതന്മാർ ആ കലകളിലും ഈ മക്കളെ ഉയർത്തുന്നുണ്ട്. ആ രീതിയിലും ഉയർന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് പല മേഖലകളിലും സേവനം ചെയ്ത് നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെയും നേതൃത്വം നൽകിക്കൊണ്ട് വന്യരായ ഈ ഉള്ളവന്റെ അടക്കം അഭിവന്യരായ ഗുരുവര്യർ മൗലാന നജീബ് ഉസ്താദ്, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. അവരുടെ ഏറ്റവും തിരക്ക് പിടിച്ച ഈ സമയങ്ങളിലും ആരോഗ്യം വകവയ്ക്കാതെയുള്ള ദീനിന് വേണ്ടിയിട്ടുള്ള വടക്കൻ കേരളം, തെക്കൻ കേരളം, മധ്യ കേരളം എന്ന വ്യത്യാസമില്ലാതെയുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിലും ഈ ദാറുസുന്ന ഇസ്ലാമിക് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്തുകയും അവിടെ നടത്തുന്ന ഓരോ ക്ലാസ്സുകളെ സംബന്ധിച്ചും അവിടെയുള്ള എന്തിനധികം അവിടെ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് പോലും കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യുന്ന ആ അനുഗ്രഹീത നേതൃത്വമാണ് ഈ വളർച്ചയുടെ പിന്നിലൊക്കെയും. പ്രിയപ്പെട്ട മൗലാനയുടെ ഈ തിരക്കിനിടയിലും ചിന്ത, ആഗ്രഹം ദാറുസുന്ന വളരണം, ദാറുസുന്ന ഉയരണം, ആ ദാറുസുന്നയിലൂടെ പരിശുദ്ധമായ ദീനിന് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ നൽകാൻ കഴിയണം എന്നതാണ് അവരുടെ ചിന്ത. ആ പരിശുദ്ധമായ ദാറുസുന്ന ഇസ്ലാമിക് കേന്ദ്രം ഇന്ന് വളർന്ന് പന്തലിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളിലൂടെ, ഉലമാക്കളിലൂടെ കേരളം മുഴുവനും അതിൻ്റെ വെളിച്ചം പരന്നു കിടക്കുകയാണ്. അതിൻ്റെ പല സ്ഥാപനങ്ങളായി മലപ്പുറം ജില്ലയിൽ തന്നെ പാണ്ടിക്കാടിനടുത്ത് ഒരു സ്ഥാപനം, അതേപോലെ തന്നെ മധ്യ കേരളത്തിലായി മിൻഹാജ് സുന്ന എന്ന സ്ഥാപനം, അതേപോലെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത് മജ്ലിസുന്നൂർ എന്ന് പറയുന്ന സ്ഥാപനം, ഇങ്ങ് തിരുവനന്തപുരം ജില്ലയിലായി കല്ലമ്പലത്തിനടുത്ത് മടന്തപ്പച്ച എന്ന പ്രദേശത്ത് ഹിറാ സെന്റർ എന്ന സ്ഥാപനം, അതൊക്കെയും വളർന്നുകൊണ്ടിരിക്കുന്നു. പലതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ദീനീ കേന്ദ്രം ഒരു വലിയ ആത്മീയതയുടെ വിപ്ലവമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന അഭിവന്യരായ ഗുരുവര്യർ മൗലാനയുടെ ആ ആത്മാർത്ഥതയും റബ്ബിനോടുള്ള തേട്ടവും തന്നെയാകണം. അവരുടെ ഏത് തിരക്കിലും അവരുടെ മനസ്സിൽ നിന്നും നാവിൽ നിന്നും നിർഗളിക്കുന്ന അനുഗ്രഹീതമായ ആഗ്രഹങ്ങളുടെ വാക്കുകളിൽ മിക്കവാറുമൊക്കെ ദാറുസുന്നയും അനുബന്ധ സ്ഥാപനങ്ങളും കടന്നു വരാറുണ്ട്. മജ്ലിസുന്നൂർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട അധ്യാപകരായ എൻ്റെ പ്രിയ സഹോദരന്മാർ സിദ്ദീഖ് മൗലവി, അതേപോലെ തന്നെ ഉമർ ബാത്തവി, ഈ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഈ അടുത്തുള്ള ഒരു സംഭാഷണത്തിനിടയിൽ, ഫോണിലൂടെയുള്ള സംഭാഷണത്തിനിടയിൽ പറഞ്ഞത്, മൗലാനയുമായിട്ട് ഈ അടുത്തുണ്ടായിരുന്ന ഉസ്ബെക്കിസ്ഥാൻ യാത്ര, ആ യാത്രയിലെ സമർക്കന്ത്, ബുഖാറ പ്രവിശ്യയിലൂടെയുള്ള യാത്രക്കിടയിൽ പുരാതനമായ ഒരു വലിയ ലോകമറിയപ്പെടുന്ന ഒരു അറബി കോളേജിൻ്റെ ഓരത്തെത്തി. ആ അറബി കോളേജിലെ ഓരോ വിദ്യാർത്ഥികൾക്കും, നമ്മൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന തരത്തിലുള്ള അറബി കോളേജ് അല്ല, മറിച്ച് ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ റൂം താമസിക്കാൻ സൗകര്യമുള്ള അത്ര വിശാലമായ തരത്തിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളുടെ 3 സമുച്ചയങ്ങൾ, അങ്ങനത്തെ ഒരു അറബി കോളേജിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് പോലും പ്രിയപ്പെട്ട മൗലാന ആ ഒരു കെട്ടിടത്തെ, ആ ഒരു ബിൽഡിങ്ങിനെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അവിടുന്ന് തന്നെ മജ്ലിസുന്നൂർ എന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചു കൊടുത്ത ഈ പ്രിയപ്പെട്ട ഉസ്താദുമാരായ ഈ സഹോദരങ്ങളോട് പറഞ്ഞത്, ഇതേപോലെയാകണം നമ്മുടെ മജ്ലിസുന്നൂർ, ഇങ്ങനെ ആക്കിയെടുക്കണം എന്നാണ്. ആ പറഞ്ഞതിൻ്റെ ആശയം അവരുടെ എപ്പോഴും അവരുടെ മനസ്സിൽ ഈ ദാറുസുന്നയുമായി ബന്ധപ്പെട്ട ഈ അനുബന്ധ സ്ഥാപനങ്ങളുമാണ്. ആ ഇഖ്ലാസിനും ആ ആത്മാർത്ഥതയ്ക്കും അള്ളാഹു കൊടുക്കുന്ന ഉത്തരമാകാം അതിൻ്റെ ഈ വളർച്ചയും ഉയർച്ചയും. ഒരിക്കലും ഒരു സംഘടനകളിൽ നിന്നും കാണാത്ത അത്രയേറെ പരിശുദ്ധമായ ദീനീ രംഗത്തുള്ള പലതരത്തിലുള്ള ഇബാദത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഈ നടക്കുന്ന വെബിനാർ അടക്കം, ഇതൊക്കെയും ദാറുസുന്നയുടെ സംഭാവനകളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകപ്പെടുന്ന വിഹിതങ്ങളാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത്
പരിശുദ്ധമായ ദാറുസുന്നയിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന MD കോഴ്സാണ്. ഈ MD കോഴ്സിൽ ഈ വിനീതനും അഭിവന്ദ ഗുരുവര്യരായ മൗലാനയുടെ കീഴിലായി ആ പരിശുദ്ധമായ ദീനിന്റെ പലവിധത്തിലുള്ള ഉലൂമുകൾ പഠിക്കാൻ അല്ലാഹു തആല ഭാഗ്യം തന്നവനാണ്. ഈ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, മുദരിസന്മാർ, അതേപോലെ ഖത്തീബന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല മേഖലകളിലും ഇന്ന് വ്യത്യസ്തരായി നിലകൊള്ളുന്ന, ജ്വലിച്ചു നിൽക്കുന്ന പ്രഗത്ഭർ പലരും ഈ MD കോഴ്സ് അഥവാ മൗലവി ദാഴി എന്ന ബിരുദമെടുക്കാൻ മൗലാനയുടെ കീഴിലായി ദാറുസുന്നയിലും പിന്നെ ഇടയ്ക്ക് വെച്ച് കരുനാഗപ്പള്ളിയിൽ വെച്ച് നടന്ന ആ പരിശുദ്ധമായ ക്ലാസ്സിലും ഒക്കെ പങ്കെടുത്തവരാണ് അധികം ആളുകൾ. അവരൊക്കെയും പറയുന്ന ഒരു വാക്കുണ്ട്, ഇങ്ങനത്തെ ഒരു ദാഴി ക്ലാസ് ഇന്ന് വരെ കേട്ടിട്ടില്ല, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. ഏകദേശം 6-6.5 മണിക്കൂറോളം ഒരു പകലിന്റെ ഏകദേശ സമയം മുഴുവനും നീണ്ടു നിൽക്കുന്ന ആ ക്ലാസ്സിൽ ഒരുപാട് വിഷയങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, ഈ ഉമ്മത്തിന്റെ ഉള്ളിലുള്ള പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസത്തിന് ബലഹീനത വരുത്തുന്ന തരത്തിൽ അവാന്തര വിഭാഗങ്ങളുടെ ബാലിശമായ ചിന്താഗതികൾ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, ഈ ഉമ്മത്തിന്റെ മക്കളെ എങ്ങനെ സംരക്ഷിക്കണം, അത് ആ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതോടൊപ്പം ഉമ്മത്ത് അനുഭവിക്കുന്ന പുറത്തു നിന്നുള്ള വെല്ലുവിളികൾ, ഖാദിയാനിസം, ഷീയിസം, അതേപോലെ തന്നെ സിയോണിസം, ഫാഷിസം, നാസിസം തുടങ്ങിയിട്ടുള്ള മറ്റു മേഖലകളിൽ നിന്നുള്ള വെല്ലുവിളികൾ, ഇതിനെ എങ്ങനെ നേരിടണം, ഇതൊക്കെയും മൗലാനയുടെ നാവിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് MD കോഴ്സിനെത്തുന്ന 100 കണക്കിന് വരുന്ന ഉലമാക്കൾക്ക് വരദാനമായി നൽകുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അടിയുറച്ചു നിർത്താൻ, ഈ ഉമ്മത്തിനെ ആ കെട്ടുറപ്പോടുകൂടി സംരക്ഷിച്ചു നിർത്താനുള്ള ഉലമാക്കളെ വാർത്തെടുക്കുകയാണ് MD കോഴ്സിലൂടെ. ആ പരിശുദ്ധമായ കോഴ്സിന് ഒരു സംഘടനകളുടെ നിറമോ ഒരു സംഘടനകളുടെ ഒരു തരത്തിലുള്ള ബന്ധങ്ങളോ ഇല്ല. അവിടെ ഫൈസിമാരുണ്ട്, ബാത്തവിമാരുണ്ട്, അതേപോലെ തന്നെ സഖാഫിമാരുണ്ട്, അതേപോലെ തന്നെ മന്നാനിമാരുണ്ട്, അതേപോലെ പല കോളേജുകളിൽ നിന്ന് പഠിച്ച പ്രഗത്ഭരായ മുദരിസുമാരടക്കം വന്നിരുന്ന് പഠിക്കുന്ന ആ സുന്ദരമായ കോഴ്സ് ഇന്ന് കേരളത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ സുന്ദരമായ ശൈലിയെ നിലനിർത്തുന്നതിന് പ്രത്യേകതരമായ ഒരു ശക്തി പകരുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. അതിനൊക്കെയും നേതൃത്വം നൽകുന്ന വന്യരായ മൗലാനയോടൊപ്പം ഓർക്കപ്പെടുന്ന മഹത്തായ ഒരു വ്യക്തിത്വമാണ് ഈ പരിശുദ്ധമായ ദാറുസുന്നയുടെ അനുഗ്രഹീത പ്രകാശമായിരുന്ന വന്യരായ പാണക്കാട് അബ്ദുൽ ജബ്ബാർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അവരുടെ ഖബർ വെളിച്ചമാക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് റബ്ബിൻ്റെ അടുത്ത് വലിയ ഷറഫ് നൽകുമാറാകട്ടെ. വന്യരായ ഗുരുവര്യർ മൗലാനയ്ക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഒരുപാട് കാലം അവരുടെ അഭയവും തണലും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ദാറുസുന്ന എന്ന ഈ പരിശുദ്ധ സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളെയും അള്ളാഹു എന്നും നിലനിർത്തുമാറാകട്ടെ. തൽക്കാലം നിർത്തുന്നു. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഹി നസ്തഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ മൻ ബുഇസ റഹ്മത്തൽ ലിൽ ആലമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യപ്രകാശം അണയില്ല എന്ന പ്രമേയത്തിൽ 2 വാക്ക് സംസാരിക്കുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹുവിൻ്റെ മതമാകയാൽ അവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അത് സർവജനീനമാണ്, സർവകാലത്തേക്കും പര്യാപ്തമാണ്, അത് യുക്തിഭദ്രമാണ്. അതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ കണ്ടെത്തുക മനുഷ്യന് അസാധ്യമാണ്. മനുഷ്യൻ്റെ ലളിതമായ യുക്തി കൊണ്ട് അതിലെന്തെങ്കിലും ന്യൂനതകൾ പറയാൻ തിടുക്കം കാണിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ചിന്തയുടെയും യുക്തിയുടെയും ന്യൂനതയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ദൈവികമായ
ചിന്തകൾ ഒരിക്കലും മനുഷ്യൻ്റെ പരിമിതമായ യുക്തി കൊണ്ട് അളക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ അയിമത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. നമ്മുടെ കാതുകൾക്ക് പരിമിതിയുള്ളതുപോലെ, നമ്മുടെ കണ്ണുകൾക്ക് പരിധിയുള്ളതുപോലെ, നമ്മുടെ ഗ്രാഹ്യശേഷിക്ക്, നമ്മുടെ എല്ലാവിധ ഇന്ദ്രിയങ്ങൾക്കും പരിമിതികൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തയ്ക്കും അതിരുകളുണ്ട്. അതിരുകളില്ലാത്ത ചിന്ത എന്നുള്ള പ്രയോഗം അത് ആലങ്കാരികമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും പരിമിതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ പരിമിതിയുടെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളുണ്ട്. നമ്മുടെ യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അയിമത്തുകൾ രേഖപ്പെടുത്തിയത് കാണാം, മനുഷ്യൻ്റെ യുക്തിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന മതപരമായ ഹുക്കുമുകളേക്കാൾ യുക്തി മനസ്സിലാക്കുക സാധ്യമല്ലാത്ത കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുക എന്ന്. കാരണം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ വിധിയാണ്, ഹുക്കുമാണ്, തീരുമാനമാണ് എന്ന നിലയ്ക്ക് മാത്രം ഒരാൾ അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് കീഴൊതുങ്ങുന്നതും അതിൻ്റെ പരിണതിയും അതിൻ്റെ പിന്നിലെ രഹസ്യവും മനസ്സിലാക്കി ചെയ്യുന്നതും തമ്മിൽ അന്തരമുണ്ട്. കാരണം താല്പര്യം, അതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥ ഉബൂദിയ്യത്ത്, അടിമത്തത്തിൻ്റെ ഏറ്റവും വിശാലമായ ഒരു വിധാനത്തിലേക്ക് അടിമ ഉയരുകയാണ്. എൻ്റെ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ വിധേയപ്പെടുന്നു, അനുസരിക്കുന്നു എന്ന് പറയുന്നതും അതിൻ്റെ യുക്തിയും അതുകൊണ്ടുള്ള നേട്ടവും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിർഭാഗ്യവശാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഭദ്രമാണ്, അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, അതിൽ യുക്തിക്ക് ഒന്നും അതിൽ ഒരു ഏറ്റക്കുറച്ചിലുകൾ കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴും പല ആളുകളും ലളിതമായ യുക്തി കൊണ്ട് ആലോചിച്ച് യുക്തി മേൽവിലാസമാക്കിയിട്ടുള്ള ആളുകൾ എതിർക്കുന്നു എന്ന കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ബാഹ്യമായ ആശയങ്ങളെ വക്രീകരിച്ചും അതിനെ വ്യാഖ്യാനിച്ചും വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ചെയ്യുന്ന വലിയ സേവനമായിട്ടാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഷാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല മതഭക്തായിട്ടുള്ള ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്ന ആശയങ്ങൾ മുജ്തഹിദുകളായ അഇമ്മത്തുകൾ അതിൻ്റെ ആശയം വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആരെങ്കിലും വിമർശിക്കുന്നു എന്നതുകൊണ്ട് അത് തിരുത്തുകയോ അതിൽ അല്പം ലളിതമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അത് ആത്മഹത്യാപരമാണ് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രബോധിതരായിട്ടുള്ള സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുക, അവർക്ക് ഗ്രഹിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രോത്സാഹനീയമാണെങ്കിൽ തന്നെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു വിധിയെ തിടുക്കം കൊണ്ട് അതിൻ്റെ പിന്നിലെ യുക്തി മനസ്സിലായില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനെ മിനുക്കിയും വെള്ളം ചേർത്തും അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പിന്നീട് പഠിക്കുമ്പോൾ ആ പ്രബോധകരെ തെറ്റിദ്ധരിക്കാനും അതുവഴിയായി
ഇസ്ലാമിൽ ചില ഒളിച്ചു കളത്തലുകൾ പലരും നടത്തുന്നു എന്ന് തെറ്റിദ്ധരിക്കാനും ഇടയാക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് അവന്റെ മതം. ആ മതം അവൻ സംരക്ഷിക്കും എന്ന് അവൻ തന്നെ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീന് വളരെ കൃത്യമായി ഇമ്മത്തുകൾ വിശദീകരിച്ച് തന്നതുപോലെ തന്നെ പഠിക്കുകയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ബാധ്യത മാത്രമാണ് പണ്ഡിതരിൽ ബാധ്യത നിലകൊള്ളുന്നത്. അതേ സമയത്ത് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ അതിനെ കൂടുതൽ ആളുകളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി നമ്മൾ മിനുക്കി അവതരിപ്പിക്കുക എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാനമായ ആശയ സ്രോതസ്സായിട്ടുള്ള വിശുദ്ധമായ ഖുർആൻ, ഒന്നാം പ്രമാണമായിട്ടുള്ള ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികളായിട്ടുള്ള രണ്ടാം പ്രമാണവും ഹദീസുകൾ, ഇത് രണ്ടും വളരെ വ്യക്തമായ അറബി ഭാഷയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അറബി ഭാഷ നന്നായി അറിയുന്ന സമൂഹത്തിന്റെ മുന്നിലേക്കാണ് ശുദ്ധമായ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിലെ എന്തെങ്കിലും കുറവുകൾ അവർക്ക് പരിശുദ്ധമായ ഖുർആൻ, അവർക്കറിയാവുന്ന ഭാഷയിൽ അവതരിച്ചിട്ടുള്ള ഖുർആൻ ഓതി അത് യുക്തിഭദ്രമല്ലെന്നോ അല്ലെങ്കിൽ അത് ഒരു ബഹുസ്വര സമൂഹത്തിന്റെ മുന്നിലേക്ക് പറ്റുന്നതല്ല, സമൂഹത്തിലെ ഐക്യം തകർക്കുന്നതാണ് എന്ന രൂപത്തിൽ അവർക്ക് പോലും അറബി അറിയുന്ന ഖുർആനിന്റെ നേരിട്ടുള്ള പ്രബോധിതരായിട്ടുള്ള അവിശ്വാസികൾക്ക് പോലും പറയാൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതിലെ ഖുർആനിന്റെയും ഹദീസിലെയും വ്യാഖ്യാനങ്ങളെ, ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങളെ യുക്തിവാദികളെ പേടിച്ചോ അല്ലെങ്കിൽ മതവിരുദ്ധരെ പേടിച്ചോ നമ്മൾ മിനിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രബോധകരായിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ഊർദ്ധം തരുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ട്. യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ തിരുപ്രകാശത്തെ അവർ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ പ്രകാശം അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവിശ്വാസികൾക്ക് അതിൽ അമർഷമുണ്ടെങ്കിൽ പോലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച് കുറഞ്ഞ ദിവസം, ഏകദേശം 40 ദിവസത്തോളം പരിശുദ്ധമായ വഹ്യ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കാതിരുന്ന സമയത്ത് കഅബിന് അഷ്റഫ് എന്ന് പറയുന്ന ഒരു ജൂത പുരോഹിതൻ തൻ്റെ ജൂതരെ ആയിട്ടുള്ള ആളുകളെ വിളിച്ച്, യാ മഅ്ശറ യഹൂദ് അബ്ശുറു അത്ഫ അല്ലാഹു നൂറ മുഹമ്മദിൻ ഫീമാ കാന യൻസിലു അലൈഹി വമാ കാന ലിയുതിമ്മ നൂറഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരു വാക്ക് പറയുകയുണ്ടായി. ജൂതരായിട്ടുള്ള സമൂഹമേ, സന്തോഷിച്ചുകൊള്ളുക, അള്ളാഹു മുഹമ്മദിന് കൊടുത്ത പ്രകാശം അത് അവൻ ഊതിക്കെടുത്തിയിട്ടുണ്ട്, അവൻ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. ആ പ്രകാശം അവൻ പൂർത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ വിഷമമുണ്ടായി. അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു പ്രകാശഗോളത്തെ ഒരു മനുഷ്യന്റെ വളരെ നിസ്സാരമായിട്ടുള്ള വായ കൊണ്ട് ഊതിക്കെടുത്താൻ സാധിക്കുകയില്ല.
പരിശുദ്ധമായ ദീൻ ഇസ്ലാം എന്ന് പറയുന്നത് വലിയൊരു തീഗോളമാണ്, അല്ലെങ്കിൽ വലിയ ഒരു പ്രകാശ ഗോപുരമാണ്. അതിനെ തകർക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൊണ്ടുവരുന്ന ഏതൊരു പ്രമാണവും ഒരു വലിയ തീക്കുണ്ടത്തെ ഒരാളുടെ വായ ഉപയോഗിച്ച് ഊതിക്കെടുത്താൻ കഴിയാത്തത് പോലെ ആ വലിയൊരു പ്രകാശ ഗോപുരത്തിൻ്റെ മുമ്പിൽ അവർ കൊണ്ടുവരുന്ന എല്ലാ പ്രമാണങ്ങളും നിഷ്പ്രഭമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ തെളിവുപെടുത്തുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ നമ്മുടെ യുക്തി കൊണ്ട് അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ജൽപ്പനങ്ങളെ കൊണ്ട് അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ആ പ്രകാശത്തെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തുന്നത്. അപ്പോൾ എത്ര വലിയ തെളിവാണ് എന്ന് ആളുകൾക്ക് ബാഹ്യമായി തോന്നുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ നിസ്സാരമായ വായ കൊണ്ടുള്ള ഊത്ത് എത്രമേൽ നിസ്സാരമാണോ, ലളിതമാണോ, അല്ലെങ്കിൽ എത്ര നിസ്സാരമാണോ, അത് ബലമില്ലാത്തതാണോ, അതുപോലെയാണ് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഏതൊരു പ്രമാണവും എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം പ്രബോധകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഊർജമാണ്. കാരണം ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ യുക്തി, അതിൽ ന്യൂനതകളുണ്ടാകാം, ചിന്തകളിൽ ന്യൂനതകളുണ്ടാകാം, എടുക്കുന്ന തീരുമാനങ്ങളിൽ വൈകല്യങ്ങളുണ്ടാകാം, തെറ്റായിരിക്കാം. പക്ഷേ അള്ളാഹു എടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും അത് തെറ്റില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മതത്തിൽ ഒരിക്കലും തെറ്റുകളുണ്ടാവില്ല. തെറ്റുകൾ ഉണ്ടാവുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് അവരുടെ വൈകല്യമാണ്. അത് ചികിത്സിച്ച് മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഖുർആനിനെ അല്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിലുള്ള ഹുക്കുമുകളെ ആളുകളുടെ കയ്യടിയ വാങ്ങാൻ വേണ്ടി നമ്മൾ നേർപ്പിച്ച് അവതരിപ്പിക്കേണ്ടതില്ല. ഉള്ളതുപോലെ പറയുവാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീൻ വളരെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കുവാനും അത് സമൂഹത്തിന് വെള്ളം ചേർക്കാതെ പകരുവാനുമുള്ള എല്ലാവിധ തൗഫീഖുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.